ഒരു താരതമ്യത്തിൻ്റെ ആവശ്യമില്ല. രണ്ടുപേരും അവരുടേതായ തലങ്ങളിൽ വലിയ ജനനേതാക്കളാണ്. ഉമ്മൻചാണ്ടിയും വലിയ ജനനേതാവാണ്, അച്യുതാനന്ദനും അതാണ്. രണ്ടുപേർക്കും രണ്ട് രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അല്ല, രണ്ടുപേർക്കും രണ്ട് മേഖലയാണുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പി ജെ ജോസഫ് നിശബ്ദമായി എന്നാൽ വാചാലമായി ജനങ്ങളോട് സംവദിക്കുന്ന വ്യക്തിയാണ്. ഓരോ നേതാവിനും ഓരോ രീതിയിലാണ് അവരുടെ പ്രവർത്തനം. അപ്പോൾ അച്യുതാനന്ദൻ്റെ തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും ഇടയിൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ്. ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന നേതാവാണ്. ഓരോ കേരള രാഷ്ട്രീയത്തിലെ ഓരോ നേതാവിനും ഓരോ പ്രത്യേകതയുണ്ടാകും. അത് നമ്മൾ അത് കമ്പയർ ചെയ്ത് തമ്മിലടിപ്പിക്കേണ്ട യാതൊരു കാര്യം, അതൊക്കെ തെറ്റായ കാര്യമാണ്. അത് ചെയ്യുന്നത് ശരിയല്ല. അച്യുതാനന്ദൻ നല്ല നേതാവാണ്, ഉമ്മൻചാണ്ടിയും നല്ല നേതാവാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടുപേർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. പി ജെ ജോസഫിനെ പറ്റി ഞാൻ പറഞ്ഞത് എന്താ? അപ്പോൾ അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കുന്ന നേതാവല്ല. ആണോ? അല്ല, ഒരിക്കലുമല്ല. ശാന്തനാണ്. പക്ഷേ ആ ശാന്തതയുടെ വലിയ വാചാലമായ ജനങ്ങൾക്ക് സന്ദേശം നൽകുന്ന നേതാവാണ്. അപ്പോൾ ഓരോ നേതാക്കന്മാർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ വെറുതെ അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ നേതൃത്വത്തെ തമ്മിൽ കമ്പയർ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല.